നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇങ്ങനൊരു ദുഷ്ട ലോകത്തിൽ കാണത്തില്ല. എന്നോട് ചെയ്തതിന് അവൾ അനുഭവിക്കും. വെറുതെ വിടില്ല ഞാൻ അവളെ. മാഡം, മാഡം പറഞ്ഞതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പോട്ടെ മോളെ, മാധുരിയുടെ കാര്യം പറയുമ്പോ ഞാനിങ്ങനെ മെന്റലാവും, ചിലപ്പോ വയലന്റും ആവും. മോളതൊന്നും മനസ്സിലെടുക്കണ്ട. വാ. എന്താ അമ്മേ, അമ്മയ്ക്ക് ഇത്രയേറെ ടെൻഷൻ? ടെൻഷൻ അല്ലാതെ ഇവിടെ എനിക്ക് എന്ത് സമാധാനമുള്ളത്? പ്രശ്നങ്ങളോട് പ്രശ്നങ്ങള്, ഒന്ന് തീർന്നാ മറ്റൊന്ന്, അത് തീർന്നാ വേറൊന്ന്. ചെമ്പകമംഗലം ടെക്സ്റ്റൈൽസിലെ സമരം മുറുകുകയാ. ജഗദീഷിന് ഒരു സമാധാനവും ഇല്ല. അവനാകെ കുഴപ്പത്തിലുവാ. അല്ല, പേടിക്കാനില്ല. ഷൺമുഖനുമായിട്ടുള്ള ഡീല് വളരെ വേഗം നടന്ന ഫണ്ടിങ് വരുമല്ലോ. അതെടുത്ത് നമുക്ക് ടെക്സ്റ്റൈൽസിലെ പ്രശ്നം പരിഹരിക്കാം, അല്ലേ? സാവിത്രി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ലമ്മേ. ആ ഫണ്ട് എടുത്ത് നമുക്ക് ടെക്സ്റ്റൈൽസിലെ പ്രശ്നം പരിഹരിക്കാം. അത് സാരമില്ല, അമ്മ വിഷമിക്കണ്ട. അതല്ല, എന്നോട് പറയാതെ പോകുന്നതല്ല കൈമളേട്ടൻ. ഇതെവിടെ പോയതായിരിക്കും? ഒരു ദിവസം കഴിഞ്ഞില്ലേ ഇപ്പോ? അല്ല, ഏതമ്പലത്തിലേക്ക് പോകുന്നെന്നാ മോളെ കൈമളേട്ടൻ നിന്നോട് പറഞ്ഞത്? അല്ല, അങ്ങനൊന്നും പറഞ്ഞില്ലമ്മേ. ഈശ്വര, എവിടെ പോയി തിരക്കും? വിളിച്ചിട്ട് ഫോണ് സ്വിച്ച് ഓഫ് ആണല്ലോ. ഒന്ന് തിരക്കി പോവാനാണെങ്കിൽ ഇവിടെ ആണുങ്ങളായിട്ട് ആരുണ്ട്? കാർത്തിമോൻ ഹോസ്പിറ്റലിൽ, തൊഴിലാളി സമരം പരിഹരിക്കാനായി ജഗദീഷ് അവിടെ. ഈ വീട്ടിലാകെ നാശങ്ങളാണല്ലോ എന്റെ ഭഗവാനെ. എങ്ങനെ നാശങ്ങൾ വരാതിരിക്കുമേ? ഇതിനെല്ലാത്തിനും കാരണക്കാരി അവളാ, മീനാക്ഷി. പരദേവതകളെ കാവൽ നിന്നിട്ടും നിലവറയിൽ ചെന്ന് അവളെ വാളടിച്ചു മാറ്റിയില്ലേ? അതോടെ ഈ തറവാട് തീർന്നു, നശിച്ചു. അവള് നന്ദി കെട്ടവളും നെറുകെട്ടവളോ? പണത്തോടെ അവൾ കാർത്തി. അമ്മ ഇപ്പൊ തന്നെ നോക്കി, അവള് കാർത്തിമോനെ വശീകരിച്ചു കൊണ്ടുപോയി വീഴിച്ച് ആശുപത്രിയിലാക്കിയില്ലേ? എന്നിട്ട് ആ കുഞ്ഞിനെയും കട്ടോണ്ട് ഇവിടുന്ന് ഇറങ്ങി മുങ്ങി. കൊച്ചിനോട് അവക്ക് സ്നേഹമുണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഇനി കൊച്ചിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ചെമ്പകമംഗലത്തെ ബാക്കി സ്വത്തുകൂടി അടിച്ചു മാറ്റാനാണെങ്കിലോ? അവള് നമ്മുടെ ശത്രുവായ ഇന്ദ്രജയുടെ വീട്ടില് സുഖിച്ച് കഴിയ. അവളാ നമ്മുടെ പ്രധാനപ്പെട്ട ശത്രു, ആ മീനാക്ഷി. അവക്ക് ഭർത്താവെന്ന് പറയുന്നവനോട് വല്ല സ്നേഹവും ആത്മാർത്ഥതയുണ്ടോ? ഈ സമയത്തല്ലേ രോഗിയായി കിടക്കുന്ന ഭർത്താവിന് ഭാര്യയുടെ ആവശ്യം. എന്നിട്ട് അവൾ അമ്മയെ വെല്ലുവിളിച്ച് അമ്മയെ കൊല്ലാൻ നടക്കുന്ന ഇന്ദ്രജയുടെ വീട്ടിൽ പോയി താമസിക്കുക. ഇങ്ങനൊരു ദുഷ്ട ലോകത്തിൽ കാണത്തില്ല. എന്നോട് ചെയ്തതിന് അവൾ അനുഭവിക്കും. വെറുതെ വിടില്ല ഞാൻ അവളെ. ഹലോ സാവിത്രി, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണം.
എന്റെ മോക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സ്വീറ്റ്സും ഫ്രൂട്ട്സും ഉണ്ട്. വല്യമ്മ തന്നെ നേരിട്ട് മാളിൽ പോയി വാങ്ങിച്ചതാ. കഴിക്ക്. ഇത് കഴിക്ക്, ജിലേബി. എനിക്ക് വേണ്ട വല്യമ്മ. വേണം. നീ എനിക്കൊരു കൊച്ചുകുട്ടിയാ, എന്റെ കൊച്ചുകുട്ടി. മാധുരിക്ക് ഞാൻ കൊടുത്ത സ്നേഹം അത് അവൾക്ക് മാത്രമേ അറിയൂ. എന്റെ മാധുരിയുടെ ആത്മാവ് അകലെ ആകാശത്ത് നിന്ന് കാണുന്നുണ്ടാവും. അവൾക്ക് കൊടുക്കാതെ ബാക്കി വെച്ച സ്നേഹ ഞാൻ നിനക്ക് തരുന്നത്. ദാ, കഴിക്ക്. തൊഴിലാളികൾ നടത്തുന്നത് നിരാഹാര സത്യാഗ്രഹമാണ്. അത് ന്യായമായി പരിഹരിക്കേണ്ടതിന് പകരം ദാ അയാളെന്റെ കർണത്തടിച്ചു. ഇതൊക്കെ ചില മുതലാളിമാരുടെ ഗുണ്ടായുസമല്ലേ സാർ? അയാളെ നിങ്ങളെ തല്ലിയത് തെറ്റ് തന്നെയാ. ഒരു പ്രശ്നം ഉണ്ടായിപ്പോയി. അത് മറ്റൊരു വഴിക്ക് പോകാതെ ഇവിടെ വെച്ച് പരിഹരിക്കുന്നതല്ലേ നല്ലത്. സാറ് ന്യായമായൊരു തീരുമാനം ഉണ്ടാക്കി. അതിനാണല്ലോ ഇങ്ങോട്ട് വന്നത്. സാറിന്റെ ഏത് തീരുമാനവും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാ. ജഗദീഷ്, താനി വന്നേ. ഇരിക്കടോ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സർ, തൊഴിലാളികളുടെ നിരാഹാര സമരം കോംപ്രമൈസ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോ ഇയാളുടെ ആവശ്യമില്ലാത്ത സംസാരം കേട്ടപ്പോ എന്റെ നിയന്ത്രണം മൊത്തം പോയി. നിയന്ത്രണം പോയാല് നിങ്ങൾ ആരെയും കയറി അങ്ങ് തല്ലുവോ? നിയമങ്ങളൊക്കെ നിങ്ങൾ കയറി ഇങ്ങനെ കയ്യിലെടുക്കാൻ തുടങ്ങിയാലേ പിന്നെന്തിനാ ഇവിടെ ഈ പോലീസും കോടതിയൊക്കെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.